ഇത് സമീക്ഷ. എറണാകുളം ജില്ലയിലെ കാലടിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന സർവമത സംഗമവേദി. മതത്തിനും സംസ്കാരത്തിനും അതീതമായി ഏവരെയും ഒരുപോലെ കാണാനും സഹയാത്രികരായി മുന്നേറാനും പഠിപ്പിക്കുന്ന ആത്മീയ കേന്ദ്രം. കേരളത്തിലെ ജസ്വിറ്റ് പ്രൊവിൻസിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ സംരംഭം പ്രവർത്തിക്കുന്നത്. സമീക്ഷ എന്ന വാക്കിനർത്ഥം എല്ലാവരെയും ഒന്നായി കാണുക എന്നാണ്. സമീക്ഷ കേരളത്തിലെ ജസ്വിറ്റ് സൊസൈറ്റിയുടെ ഒരു പ്രോജക്റ്റാണ്. സമീക്ഷ തുടങ്ങിയത് 1986 വിവിധ മതങ്ങളിൽ പെടുന്നവർക്ക് സഹോദരങ്ങളായി സഹതീർത്ഥാടകരായി ഒന്നിച്ചു വരാനുള്ള ഒരു ഇടം, അതാണ് സമീക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ആശ്രമാന്തരീക്ഷത്തിൽ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഭാരതത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ആശ്രമങ്ങളായിരുന്നു ആധ്യാത്മികമായ ഉണർവ് പകർന്നുകൊണ്ടിരുന്നത്. ആശ്രമങ്ങളുടെ പിൻബലത്തിലാണ് സാമൂഹിക നവോത്ഥാന പ്രക്രിയകൾ പലതും നടന്നത്. അപ്പം അതുകൊണ്ടാണ് സമീക്ഷ ഒരു ആശ്രമ അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നത്. കഴിയുന്നതും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിത ശൈലിയാണ് സമീക്ഷയിൽ അവലംബിച്ചിരിക്കുന്നത്. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഉള്ളൂ സമീക്ഷയിൽ. എല്ലാം കൊണ്ടും പ്രകൃതിയോട് ഇണങ്ങി ശാന്തമായി സമാധാനപൂർവം താമസിക്കുക. ഇവിടെ മൂന്ന് മണ്ഡലങ്ങളിലാണ് ഇവിടെയുള്ള ഫാദേഴ്സ് ജോലി ചെയ്യുന്നത്. ഒന്ന്, മതാന്തര സമന്വയം പരിപോഷിപ്പിക്കുവാനുള്ള പ്രോജക്ട്സ്. എല്ലാ മാസത്തിൻ്റെയും 2ാം ശനിയാഴ്ചകളിൽ ഒരു മതാന്തര സെമിനാർ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു മതത്തിലെ ആചാര്യൻ മറ്റൊരു മതത്തിലെ സ്പിരിച്വൽ ക്ലാസിക് ആദരപൂർവം അവതരിപ്പിക്കുക. അങ്ങനെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. 2ാമത്തെ ഒരു പ്രോജക്റ്റ് മറുനാടൻ തൊഴിലാളികളുടെ ഇടയിലുള്ള ഒരു വർക്കാണ്. മറുനാടൻ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അവർ ഇടപെടും. 3ാമത്തെ ഒരു മേഖല ടീനേജേഴ്സ് കൗൺസിലിംഗ്, അതാണ്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ NLP പോലെയുള്ള സൈക്കോളജി ആയിട്ടുള്ള ബന്ധമുള്ള പരിപാടികൾ ഇവിടെ, ട്രെയിനിങ് പ്രോഗ്രാംസ് ഇവിടെ നടത്തുന്നുണ്ട്. അതാണ് സമീക്ഷയിലുള്ള മുഖ്യ പ്രവർത്തന ശൈലി. എല്ലാ മേഖലകളിലും എല്ലാ വർക്കുകളിലും വിവിധ മതങ്ങളിൽ പെടുന്നവർക്ക് ഒന്നിച്ച് വരാനുള്ള ഇടം ഉണ്ടായിരിക്കും. ഈ ജീവിതപാതയിൽ എല്ലാവരും സഹോദരീ സഹോദരന്മാരാണെന്ന അവബോധം ആളുകളിൽ സൃഷ്ടിക്കാനും അതിനനുസൃതമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്താനും സമീക്ഷ നമ്മെ സഹായിക്കുന്നു.
തികച്ചും ഒരു ആശ്രമത്തിൻ്റെ ശൈലിയിൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഇവിടം ജാതിമത ഭേദമന്യേ ഏവർക്കും ആധ്യാത്മികമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ശാന്തമായി പെയ്യുന്ന മഴയിൽ ഇവിടം കൂടുതൽ മനോഹരമായി കാണപ്പെടുന്നു. മതാന്തര വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സംഗമവേദി കൂടിയാണ് ഇവിടം. കൗമാരപ്രായക്കാർക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും അവരുടെ സ്വഭാവ രൂപീകരണത്തിനുമായി ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നു. സമീക്ഷയുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഈ കാണുന്ന ശാന്തി നിലയം. ഈ മണ്ഡപത്തിന് 4 വാതിലുകൾ ഉണ്ട്. എല്ലാ മതങ്ങളിലേക്കും എല്ലാ സംസ്കാരങ്ങളിലേക്കും തുറന്നിരിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമാക്കുന്നത്. ഈ മണ്ഡപത്തിൻ്റെ മധ്യത്തിലായി കത്തി നിൽക്കുന്ന ദീപമുണ്ട്. ഇതിന് ചുറ്റിലുമായി എല്ലാവരും സംഗമിക്കുന്നു. സമീക്ഷ ഒരു മതസൗഹാർദ്ദ വേദിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ധ്യാന മന്ദിരം. ശാന്തി നിലയം എന്ന് പറയും ഈ ധ്യാന മന്ദിരത്തെ. ഇതിന് 4 വാതിലുകളുണ്ട്. എല്ലാ വശത്തേക്കും തുറന്നിരിക്കുന്നു. എല്ലാ മതങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും തുറന്നിരിക്കുന്നു. ചുറ്റുപാട് നിന്നും എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും സാധകർക്ക് വരാം. നമ്മളെല്ലാവരും സംഗമിക്കുന്നത് നടുക്കുള്ള ഈ പ്രകാശത്തിലാണ്. ഈശ്വര ചൈതന്യം പ്രകാശമാണ് എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ടല്ലോ. ആ പ്രകാശ കേന്ദ്രത്തിലേക്ക്, ദിവ്യമായ പ്രകാശ കേന്ദ്രത്തിലേക്ക് നയിക്കുന്നവയാണ് പുണ്യഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് 4 പുണ്യഗ്രന്ഥങ്ങൾ ഇവിടെ സ്ഥിരപ്രതിഷ്ഠകളാണ്. ബുദ്ധമതത്തിലെ ധർമ്മപദം, ഭഗവത്ഗീത, ഖുറാൻ, ബൈബിൾ എന്നിവ 4. വിവിധ മതങ്ങളുടെ അടയാളങ്ങൾ ഈ കാർപ്പറ്റിൽ കാണാവുന്നതാണ്. ഈ മുറി ഭാരതീയ തച്ചുശാസ്ത്ര പ്രകാരം പണിതിരിക്കുന്നതാണ്. ഇത് ധ്യാന സാധനയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു മുറിയാണ്. ഈശ്വരൻ പ്രകാശമാണെന്നും ആ പ്രകാശത്തിലേക്ക് നയിക്കുന്നവയാണ് മതങ്ങളിലെ പുണ്യഗ്രന്ഥങ്ങൾ എന്നുമുള്ള കാഴ്ചപ്പാടിൽ പ്രധാനപ്പെട്ട 4 മതങ്ങളിലെ പുണ്യഗ്രന്ഥങ്ങൾ ഇവിടെ സ്ഥിരപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. ഈ മന്ദിരം നിശബ്ദമായ സാധനയ്ക്ക് മാത്രം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. മെഡിറ്റേഷൻ ആഗ്രഹിക്കുന്നവർക്കായി ഈ മന്ദിരം രാവും പകലും തുറന്നിരിക്കുന്നു. ഈ മന്ദിരത്തോട് ചേർന്ന് ഒരു ധ്യാനപദം ഒരുക്കിയിരിക്കുന്നു. ഏകദേശം 3000 വർഷം പഴക്കമുള്ള ഒരു ധ്യാന രീതിയാണ് ഇത്. ജീവിതയാത്രയെ ചിത്രീകരിക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
ഇതിലൂടെ നടക്കുമ്പോൾ പലപ്പോഴും യു ടേൺ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. എങ്ങനെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത് അവസാനം സെൻട്രൽ പോയിന്റ് ആയ ഈശ്വരനിൽ ലയിക്കാം എന്നാണ് ഇത് നമ്മെ കാണിച്ചു തരുന്നത്. സമീക്ഷയുടെ ഭാഗമായി ദാർശനിക വിഷയങ്ങളുടെ ഒരു വലിയ ശേഖരം ഉൾക്കൊള്ളുന്ന ഒരു ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ വന്ന് പഠനം നടത്തുന്നതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. സമീക്ഷ ലൈബ്രറി ഏതാണ്ട് 30,000-ഓളം പുസ്തകങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ദൈവശാസ്ത്രവും അതുപോലെ തത്വശാസ്ത്രവും മതവും ഭാരതീയ ചിന്തകളും ഒക്കെ ഉൾക്കൊള്ളുന്ന പുസ്തകശേഖരമാണ് ഇവിടെയുള്ളത്. അനേകം ഗവേഷണ വിദ്യാർത്ഥികൾ ഇവിടെ കടന്നു വരികയും അത് ഉപയുക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ വളരെ വിലമതിക്കുന്ന പുസ്തകങ്ങൾ, പല സ്ഥലങ്ങളിലും ഇല്ലാത്ത പുസ്തകങ്ങൾ ഇവിടെ ശേഖരിക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ സ്വരുക്കൂട്ടുന്ന ഈ പുസ്തകങ്ങൾ ഒരു അമൂല്യ ശേഖരം തന്നെയാണ്. സമീക്ഷയുടെ ഗ്രന്ഥശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഫിലോസഫിയിലെ ഒരു റിസർച്ച് സെൻറ്റർ കൂടിയാണ് ഇവിടം. പുണ്യനദിയായ പൂർണ്ണയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രമം ഏവർക്കും നിത്യജീവിതത്തിലെ പിരിമുറുക്കങ്ങളിൽ നിന്നും ആശ്വാസം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരിടമാണ്.